So guys, നമ്മൾ റെഡി ആയി. ബ്ലൗസ് പ്രോബ്ലം ഇസ് നമ്മൾ കാപ്പി വെച്ചു. കാപ്പി എല്ലാവരും കഴിക്കണം. ആഹാരമൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനേ പാടില്ലാന്ന് ചിലർ പറയും, ചിലർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രെയിൻ ഫുഡാണെന്ന് പറയും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ബ്രെയിൻ ഫുഡാണ്. പക്ഷേ നമ്മൾ കഴിക്കണം. കഴിക്കുമ്പോൾ കഴിക്കണം. സമയമായി ഇന്നത്തെ കാലം എനിക്ക് കാണാം. അതൊക്കെ കാപ്പി വെച്ചു പോകാം. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു ബോണ്ടഡ് ബൈ ബ്രദേഴ്സ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എന്നൊക്കെ പറയാം. പക്ഷെ പറ്റി എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്തതിൻ്റെ ശരിക്കുമുള്ള സൗണ്ട് പോയി. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്യുന്നത്. അത് കാരണം മിസ്മാച്ച് ഉണ്ടായിരിക്കും, എന്തായാലും മിസ്മാച്ച് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ രാവിലെ പല്ല് തേക്കാനുള്ള സമയമായുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി നേരം പേസ്റ്റും ബ്രഷും ഒന്നും വായിൽ വെച്ചേക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും, എനിക്ക് പെട്ടെന്ന് നോസിയ വരും. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ പല്ല് തേക്കൽ പരിപാടി തീർക്കും. ഒത്തിരി നേരം പല്ല് തേക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ പല്ല് തേച്ച് കുളിച്ചില്ല കേട്ടോ. ഞാൻ അന്നത്തെ ദിവസം തല നനച്ചില്ല, മേലൊക്കെ കഴുകി. തല നനച്ചില്ല, തല നനയ്ക്കാതെ പോയത്. അപ്പോൾ ഇത് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സിൻ്റെ ബ്ലൗസാണ്. ഇത് ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബ്ലൗസ് പിന്നെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കയറുമോ കയറത്തില്ല അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. ഇട്ടൊന്നും ഞാൻ നോക്കിയില്ല. അപ്പം സെറ്റായി കേട്ടോ. പിന്നെ ഈ വാച്ച് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഇത് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഒരു സ്കിൻ കെയർ എന്നൊക്കെ പറയാം. സൺസ്ക്രീനൊക്കെ ഇടുന്ന വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ അത് എന്നാ റെക്കോർഡായില്ല. ഐബ്രോ ഞാൻ എഴുതിയപ്പോൾ കുറച്ച് ഡാർക്കായിപ്പോയി. പിന്നെ അത് ഫൈനലൊക്കെ ആയപ്പോഴത്തേനും അത് ഓക്കെ മാച്ചായി. അത് കാരണം ഞാൻ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് ഐലൈനർ വരയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ നോക്കി വരയ്ക്കാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ പിന്നെ പോയി കണ്ണാടിയിൽ നോക്കി വരച്ചു. നിങ്ങൾ കാണുന്നുണ്ടോ, ടി വിയിൽ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇതെൻ്റെ ഒരു റൂട്ടീനാണ്. ഞാൻ എല്ലാ ദിവസവും പാട്ട് വെക്കും. പാട്ട് വെച്ചിട്ടാണ് ഞാൻ റെഡിയാവുന്നത്. കാരണം രാവിലെ ഒന്നാമത് എണീക്കുന്നത് തന്നെ കുത്തിപ്പിടിച്ചിട്ടാണ്. അപ്പം ഞാൻ റെഡിയാകാൻ പോകുമ്പോൾ ഒന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് വെക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാനത് ചെയ്യും കേട്ടോ. എല്ലാ ദിവസവും കേൾക്കുന്ന പാട്ട് ഒന്ന് തന്നെയാണെന്നുള്ളത് അതിൻ്റെ വേറൊരു വ്യത്യാസം. ഐലൈനർ വരച്ച് വേറൊരു ഷേപ്പായി. പക്ഷേ പിന്നെ അത് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തത് റെഡിയാക്കി. ഏതൊക്കെ പാട്ടൊക്കെ ഞാൻ പാടുന്നുണ്ട് കേട്ടോ. പക്ഷേ പാട്ട് ഏതാണെന്ന് പറഞ്ഞു, ഒറിജിനൽ ഓഡിയോ പോയപ്പോഴത്തേനും പാട്ട് ഏതാണെന്ന് പോയി. ആ പാട്ടൊക്കെ വെച്ച് ആ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണേ. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചൊരു നല്ല മസ്കാര എന്ന് പറയാം. എനിക്കിഷ്ടപ്പെട്ടു. ലാഷൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്, ലെങ്ത്തൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ട്രൈ ചെയ്യൂ എല്ലാവരും. നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഐലൈനർ വരയ്ക്കും, ജസ്റ്റ് വിങ്സ് മാത്രം ഇങ്ങനെ വരയ്ക്കും. ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്ന പോലെ അങ്ങനെ ഞാൻ വരയ്ക്കാറില്ല. ലാഷ് മാത്രം ഒന്ന് വരച്ച് കാജലും ഇടും. അങ്ങനെയാണ് എല്ലാ ദിവസവും സാധാരണ പോകുന്നത്. പിന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി ആകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ്, ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് വീഡിയോ കുറച്ച് മുകളിലേക്ക് കയറിയായിരിക്കുന്നത്. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. അതും എല്ലാവരും ക്ഷമിക്കണം. അടുത്ത വീഡിയോ ഒക്കെ നല്ല രീതിക്ക് ഇടാം. ആക്ച്വലി ഇത് പഠിച്ചു വരുന്നതിൻ്റെ ഒരു പോരായ്മകളെല്ലാം വീഡിയോസിനൊക്കെ ഉണ്ട്. ക്ലാരിറ്റി കുറവുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ കാണിച്ചത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണേ. ഇത് ഞാൻ എപ്പോഴും ഈ കുഞ്ഞ് പൊട്ടാണ് തൊടാറ്. ഇതെൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ പൊട്ട് തൊടുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ ഡെയിലി ചടങ്ങാണ്. എനിക്ക് സിന്ദൂരം വെച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് വലിയ ഇഷ്ടമാണ്. അത് കാരണം ഞാൻ എല്ലാ ദിവസവും ഇത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്കത് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ പാടുന്ന പാട്ട് ഞാനിതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ, പറ്റുമെങ്കിൽ. ഏതാ പാട്ടെന്നൊക്കെ ഓർത്തൊരു ഈ ലിപ്സിങ്കൊക്കെ വെച്ചിട്ട് അത് കണ്ടുപിടിച്ച് വരുമ്പം കിട്ടുവാണെങ്കിൽ ഇടാം. അപ്പം ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഒരു സ്ലോ മോഷൻ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ത് പറഞ്ഞ് ചിരിക്കുന്നതെന്നും കൂടി എനിക്ക് അറിയത്തില്ല, കാരണം ഇത്രയും ദിവസമായില്ലേ. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരുങ്ങി റെഡിയായി. കാപ്പി പോലും കഴിച്ചിട്ടില്ല ആ സമയത്ത്.
പിന്നെ കാപ്പി കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുക. കഴിച്ചില്ല സത്യം പറഞ്ഞാൽ. ഈ സമയത്ത് ഞാൻ എന്താ കഴിക്കണം, ബ്രെയിൻ ഫുഡാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് കഴിക്കാതെ പോകാനാണ് ഇഷ്ടം. പക്ഷേ ഞാൻ കഴിക്കാതെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴേ എനിക്ക് വയറ് വിശക്കാൻ തുടങ്ങും. ഭയങ്കരമായിട്ടിങ്ങനെ വിശപ്പ് വരും. പക്ഷെ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കും അടുത്ത ദിവസം വയറ് നിറച്ച് കഴിച്ചിട്ട് പോകണമെന്ന്. പക്ഷേ രാവിലെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാനത് കാരണം മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് പോവാറ്. പക്ഷേ അതൊരു നല്ല ശീലമല്ല ഗൈസ്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട എന്നും എനിക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. വാട്ട് യുവർ മൈൻഡ് സേസ് യു ഹാവ് ടു ഡു ദാറ്റ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓൾറെഡി ഞാൻ ലേറ്റായി ആ സമയത്ത്. 9:15 ആകുമ്പോൾ ഞാൻ ഇറങ്ങിയാലാണ് ഞാൻ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലെത്തും. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലെത്തി, എൻ്റെ ഡ്യൂട്ടിയും തുടങ്ങി. അത് ഒന്നാം ഓണമായിരുന്നു, പിന്നെ ഉത്രാടമായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഞാൻ ചെന്ന് കയറിയതേ ഈ പരിപാടിയായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റാണ്. ചെന്നപ്പോഴേ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവരോട് ഞാനിങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ബോണ്ടഡ് ബൈ ബ്രദേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, അത് നമുക്ക് അറിയുന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു കേട്ടോ. വന്ന് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാരണം നമുക്ക് പേഴ്സണലി പരിചയമായ പേഷ്യൻ്റ് ആയിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഹാപ്പി ഓണമൊക്കെ പറയുന്നുണ്ട്. അവരും എന്നോട് ഹാപ്പി ഓണം പറഞ്ഞു. പിന്നെ ആ പേഷ്യൻറ്റിൻ്റെ ഫാദറാണെന്ന് തോന്നുന്നു. ആ പുള്ളി നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആട്ടോ. കുറേ പേഷ്യൻസ് ഉണ്ട് നമ്മളെ തന്നെ അന്വേഷിച്ച്, ഇപ്പം നമ്മളെ ഫാർമസി കണ്ടില്ലെങ്കിലും ആ സിസ്റ്റർ ഇല്ലേ എന്ന് ചോദിക്കുന്ന എന്നാ പേഷ്യൻസ് വരാറുണ്ട്. അത് നമുക്ക് ഒരു എനർജി തരുന്ന, ഈ ഫീൽഡിലൊക്കെ എന്നാ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില ഫാക്ട്സ് ആണെന്ന് പറയാം. അങ്ങനെ എന്നെ അന്വേഷിക്കുന്ന ചില പേഷ്യൻസ്, എൻ്റെ ഫേവറേറ്റ് പേഷ്യൻസ് ഉണ്ട്. ഈ സമയത്ത് ഞാൻ ഹാപ്പി ഓണം പറഞ്ഞതാണ്. എന്നോടും പറഞ്ഞു നമ്മൾ സൈൻ ഇടണം മെഡിസിൻ കൊടുത്ത ആ പരിപാടിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത്തപ്പൂ ഇത് ഞാൻ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു 95% ആയായിരുന്നു. ഇതിലൊന്നും ഞാൻ പങ്കാളിയല്ല. ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് വിശന്നപ്പോൾ ഞാൻ പോയി ചായ കുടിച്ചു. ഉടനെ പോയി ഞാൻ സദ്യയും കഴിച്ചു. അപ്പോഴത്തേനും സദ്യ കഴിക്കാനുള്ള സമയമായി എന്നാണ്. സദ്യയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇത് തിരുവാതിര ഒക്കെ ഉണ്ടായിരുന്നേ. ഒരു 3 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് തോന്നുന്നു. പക്ഷെ അവർ നന്നായിട്ട് ചെയ്തു കേട്ടോ. ഞാനും പാട്ടൊക്കെ പാടി, പക്ഷേ പാട്ട് പാടിയത് അത്ര കൊള്ളത്തില്ലായിരുന്നു. കാരണം തെറ്റിപ്പോയി. അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെൻ്റെ ഫൈനൽ ലുക്ക് ഓഫ് ദി ഡേ ആണ്. ഞാൻ ഈ കോലത്തിലാണ് തിരിച്ചു വന്നത്. ഇത്രയും ടയേർഡായിരുന്നു. കാരണം വേറൊന്നുമില്ല, അങ്ങോട്ട് കിടക്കുക ഇങ്ങോട്ട് കിടക്കുക, ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസ് വരുമ്പോഴത്തേനും അവർക്ക് മെഡിസിൻ കൊടുക്കുക. ഒത്തിരി നടപ്പായിരുന്നു. ആ നടപ്പ് നേരെ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കാസർഗോഡൊക്കെ ചെന്നേനെ. അങ്ങനെ ഓൾറെഡി ഭയങ്കര ടയേർഡായിട്ടാണ്. പിന്നെ ഈ സാരിയൊക്കെ ഭയങ്കര ടൈറ്റ് ആവുമല്ലോ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ടയേർഡായിട്ടാണ് വന്നത്. അപ്പം ആ ടയേർഡ്നെസ്സാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട് എന്തായാലും ഐലൈനർ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന്. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഇങ്ങനെയായിരുന്നു ഓണാഘോഷം. എന്നാ ഒരു വെറൈറ്റി ഓണാഘോഷമായിരുന്നു. വേറൊരു രീതിയിലായിരുന്നു. എൻ്റെ ഇത്രയും വർഷത്തെ, കഴിഞ്ഞ വർഷം വരെയുള്ള ഓണം വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ ഓണം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. വെറുതെ വീട്ടിൽ ഇരുന്ന് ഞാൻ ജോലിക്ക് പോയി, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഓണാഘോഷമായിരുന്നു. അപ്പോൾ എനിവേ ഇതൊക്കെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് അങ്ങനെ എടുത്തപ്പം ഫേവറേറ്റ് ആയ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.